മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഗ്രാഫ് മോഡൽസൊക്കെയാണ് പറഞ്ഞു വെച്ചത്. സോ ഇന്നിനി നമ്മളിപ്പം കുറച്ച് ഡെഫിനിഷൻസ്, ബേസിക് ഡെഫിനിഷൻസ് ഗ്രാഫിനെ സംബന്ധിച്ച്. നമ്മളിപ്പോൾ ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ ഗ്രാഫ് ഇൻ മാത്തമാറ്റിക്കൽ മോഡൽസാണ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഗ്രാഫിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ്. ഫസ്റ്റ് ഡെഫിനിഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു ഡെഫിനിഷനാണ് പാരലൽ എഡ്ജസ് എന്താണെന്നുള്ളത്. സോ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. രണ്ട് എഡ്ജുകൾക്ക് സെയിം എൻഡ് വെർട്ടിസസ് ആണ് ഉള്ളതെങ്കിൽ അവരെ പാരലൽ എഡ്ജസ് എന്ന് പറയും. സോ ഇഫ് ടു edges have same end vertices, that edges are said to be parallel or parallel edges. സോ ഈ ഫിഗർ നമ്മളെല്ലാ ഇനി പറയാൻ പോകുന്ന എല്ലാ ഡെഫിനിഷൻസിനും ഇതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത്. സോ വി ഡിനോട്ട് ഇറ്റ് ആസ് G star. സോ first definition is parallel edges. So two edges having same end vertices ആണ് നമ്മൾ എന്ത് പറയുക, പാരലൽ എഡ്ജസ് എന്ന് പറയാം. ടു എഡ്ജസ് ഹാവിങ് സെയിം എൻഡ് വെർട്ടിസസ് ആണ് പാരലൽ എഡ്ജ്. നോട്ട് ടു ഓൺലി, ഇറ്റ് ക്യാൻ ബി മോർ ദാൻ ടു ഓർ മോർ എഡ്ജസ് ഹാവിങ്. ഇപ്പോൾ ഈ ഫിഗറിലാണെങ്കിൽ G സ്റ്റാറിലാണെങ്കിൽ E7ഉം E8ഉം പാരലൽ എഡ്ജസ് ആണ്. ബിക്കോസ് E7 ആൻഡ് E8 ഹാവ് ദ സെയിം എൻഡ് വെർട്ടിസസ് B ആൻഡ് E. ഓൾസോ ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു ലൈനൂടെ ഉണ്ടായിരുന്നെങ്കിൽ, E9 ഉണ്ടായിരുന്നെങ്കിൽ, that is also E7, E8 and E9 will be parallel. So two or more edges having same end vertices are called parallel edges. So in the G starനകത്ത് E7 and E8 ആണ് പാരലൽ ആയിട്ടുള്ള എഡ്ജസ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെഫിനേഷൻ. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതാണ്. മറ്റേ എൻഡ് വെർട്ടിസസിൻ്റെ വേറൊരു ഡെഫിനേഷനും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ സമയത്ത് തന്നെ പാരലൽ എഡ്ജസും കൂടി പറഞ്ഞതാണ്. ലൂപ്പ് പറഞ്ഞ സമയത്ത് നമ്മൾ പാരലൽ എഡ്ജസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ഡെഫിനേഷൻ ഈസ് ഐസൊലേറ്റഡ് വെർട്ടെക്സ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് പാരലൽ എഡ്ജസ് ആണ്, നോട്ട് പാരലൽ വെർട്ടിസസ്. ദിസ് ഇസ് ഐസൊലേറ്റഡ് വെർട്ടെക്സ്. ഐസൊലേറ്റഡ് ആ വാക്കിൽ തന്നെയുണ്ട്, ഐസൊലേറ്റ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ള ഒരു രീതിയിലാണ്. അതായത് ഒരു എഡ്ജും അതിനകത്ത് ഇല്ലായിരിക്കാം. എ വെർട്ടെക്സ് G, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ഓഫ് എനി എഡ്ജ്. ഏതിൻ്റെങ്കിലും ഒരു എഡ്ജിൻ്റെ എൻഡ് അല്ലാതെ ഇരിക്കുക. ലൈക്ക് ഇവിടുത്തെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എഫ് ഒരു എഡ്ജിൻ്റെയും എൻഡ് വെർട്ടിസ് അല്ല. സോ അങ്ങനെയുള്ള വെർട്ടെക്സിനെ പറയുന്ന പേരാണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. സോ vertex which is not the end of any edge. Vertex which is not the end of any edge. ഒരു എഡ്ജിൻ്റെയും എൻഡ് അല്ലാതെ വരുന്ന വെർട്ടെക്സിനെ പറയുന്ന പേരാണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ്. G സ്റ്റാറിൽ F ആണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ്. ഐസൊലേറ്റഡ് വെർട്ടെക്സ്. സോ ഡൗട്ടില്ല. സോ എഫ് ഇസ് ദ ഐസൊലേറ്റഡ് വെർട്ടെക്സ് ബിക്കോസ് എഫിനകത്ത് ഒരു എഡ്ജും വന്ന് ജോയിൻ ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് നൈബേഴ്സ് അല്ലെങ്കിൽ അഡ്ജസൻ്റ് വെർട്ടിസസ്. അഡ്ജസൻ്റ് എഡ്ജസും ഉണ്ട്, അഡ്ജസൻ്റ് വെർട്ടിസസും ഉണ്ട്. ശരിക്കും ഇപ്പോൾ നമ്മൾ അഡ്ജസൻ്റ് വെർട്ടിസസ് ആണ് പറയുന്നത്. അതായത് രണ്ട് വെർട്ടെക്സുകൾ എപ്പോഴാണ് അഡ്ജസൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇതിനൊരു പേരുണ്ട്, നൈബേഴ്സ് എന്നും പറയും. അടുത്തടുത്തിരിക്കുന്നവരെ അഡ്ജസൻ്റ് എന്നും പറയും, നൈബേഴ്സ് എന്നും പറയും. സോ ഒരു രണ്ട് വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആവണമെങ്കിൽ അവർ ഒരേ എഡ്ജിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആയിരിക്കണം. സോ ടു വെർട്ടിസസ് ആർ സെറ്റ് ടു ബി അഡ്ജസൻ്റ് ഇഫ് ദേ ആർ ദ എൻഡ് പോയിൻ്റ് ഓഫ് എ സെയിം എഡ്ജ്. ഒരു എഡ്ജിൻ്റെ രണ്ട് എൻഡ് പോയിൻ്റ് ആയിട്ടാണ് രണ്ട് വെർട്ടെക്സുകൾ വരുന്നതെന്നുണ്ടെങ്കിൽ ദെൻ വി സെഡ് ദാറ്റ് ദേ ആർ അഡ്ജസൻ്റ് അല്ലെങ്കിൽ ദേ ആർ നൈബേഴ്സ് എന്ന് നമ്മൾ പറയും. സോ അതാണ്. ഇപ്പോൾ ഇവിടുത്തെ G സ്റ്റാറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എയും ബിയും അഡ്ജസൻ്റ് ആണ്, ബിയും ഇയും അഡ്ജസൻ്റ് ആണ്, ബിയും സിയും അഡ്ജസൻ്റ് ആണ്, ബിയും ഡിയും അഡ്ജസൻ്റ് ആണ്. പക്ഷേ എയും ഡിയും നോക്കിക്കഴിഞ്ഞാൽ അറിയാം എയും ഡിയും അഡ്ജസൻ്റ് അല്ല. കാരണം അവർ ഒരു എന്താണ് എഡ്ജുകളുടെയും രണ്ടറ്റത്തായിട്ടില്ല. പക്ഷേ ഇവിടെ ബിയും ഇയും ആണെങ്കിലും E8 ആണ് ഉണ്ടെങ്കിലും ഉണ്ട്, അതുപോലെ E7 ഉണ്ട്.
സോ ദേ ആർ ദ എൻഡ് വെർട്ടിസസ് ഓഫ് സെയിം എഡ്ജ്. അതുകൊണ്ടാണ് ബിയും ഇയും അഡ്ജസൻ്റ് ആവുന്നത്. ബിയും സിയും അഡ്ജസൻ്റ് ആണ്, പക്ഷേ എയും സിയും അഡ്ജസൻ്റ് അല്ല. അതിൻ്റെ കാരണം എയും സിയും ഒരു എഡ്ജുകളുടെയും രണ്ട് എൻഡ് പോയിൻ്റ് ആയിട്ട് വരുന്നില്ല. സോ ദേ ആർ നോട്ട് നൈബേഴ്സ്, അല്ലെങ്കിൽ ദേ ആർ നോട്ട് അഡ്ജസൻറ്റ്. അതുപോലെ തന്നെയാണ് അഡ്ജസൻറ്റ് എഡ്ജസ് എന്ന് പറയുന്നത് അതുപോലെയാണ്. ഇപ്പം ഇതിനകത്ത് ഇപ്പം നമുക്ക് പറയാനില്ല, പക്ഷെ ഞാനത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇപ്പം E1ഉം E8ഉം അഡ്ജസൻറ്റ് എഡ്ജസ് ആണ്. കാരണം അവരുടെ ഒരു എൻഡ് കോമൺ ആണ്, അല്ലെങ്കിൽ ദേ ഹാവ് കോമൺ വെർട്ടെക്സ്. ഒരു എൻഡ് പോയിൻ്റ് കോമൺ വെർട്ടെക്സ് ആയിരിക്കും. ഏതെങ്കിലും ഒരു വെർട്ടെക്സ് അവരുടെ എൻഡ് പോയിൻ്റ് കോമൺ ആയിരിക്കും. സോ E1ഉം E2ഉം അഡ്ജസൻറ്റ് എഡ്ജസ് ആണ്, ബിക്കോസ് ദേ ഹാവ് കോമൺ എൻഡ് പോയിൻ്റ് B. സോ ഇഫ് ടു എഡ്ജസ് ആർ സെറ്റ് ടു ബി അഡ്ജസൻറ്റ്, ദേ ഹാവ് എ കോമൺ എൻഡ് പോയിൻ്റ്. രണ്ട് എഡ്ജുകൾ അഡ്ജസൻ്റ് ആണെന്ന് പറയണമെങ്കിൽ അവർക്ക് ഒരു എൻഡ് പോയിൻ്റ് കോമൺ ആയിട്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് രണ്ട് എഡ്ജസ് അഡ്ജസൻ്റ് ആയിട്ട് പറയാം. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് പറയുന്നത് രണ്ട് വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആവുന്ന കേസുകളാണ്. രണ്ട് വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആവണമെങ്കിൽ ദേ ഹാവ് ടു ബി ദ എൻഡ് പോയിൻ്റ് ഓഫ് ദ സെയിം എഡ്ജ്. ഒരേ എഡ്ജിൻ്റെ രണ്ട് എൻഡ് പോയിന്റിൽ ഇരിക്കുകയാണെങ്കിലാണ് അവർ നൈബേഴ്സ് ആണ് അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആണ് എന്ന് പറയുക. സോ ഇൻ G സ്റ്റാർ ഈ പറഞ്ഞ പോലെ എയും ബിയും തന്നെ എടുക്കാം. നമുക്ക് ഏത് എക്സാമ്പിൾ വേണോ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇൻ G സ്റ്റാർ A and B ആർ adjacent vertices, or they are neighbors. എയും ബിയും നൈബേഴ്സ് ആണെന്ന് പറയാം, ബിക്കോസ് ദേ ആർ ജോയിൻഡ് ബൈ ദ സെയിം എഡ്ജ് E1. E1ൻ്റെ രണ്ട് എൻഡ് പോയിൻ്റ് ആണ് എയും ബിയും, അതുകൊണ്ട് തന്നെ എയും ബിയും അഡ്ജസൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് അഡ്ജസൻറ്റ് വെർട്ടിസസ് ഓർ നൈബേഴ്സ്. നെക്സ്റ്റ് ഈസ് നൈബർഹുഡ്. ഈ നൈബേഴ്സിനെ എല്ലാം കൂടെ ചേർത്തെടുക്കുന്നതാണ് നൈബർഹുഡ്. നൈബർഹുഡ് എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സിൻ്റെ നൈബർഹുഡിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുക. സോ നൈബർഹുഡ് ഓഫ് എ വെർട്ടെക്സ്, ഒരു ഫിക്സഡ് വെർട്ടെക്സ്, ഏതെങ്കിലും ഒരു ഫിക്സഡ് വെർട്ടെക്സിൻ്റെ നൈബർഹുഡിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് N ഓഫ് ദാറ്റ് എന്നാണ്. ഇപ്പോൾ ഇതിനൊരു പേര് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ N ഓഫ് A, N ഓഫ് ദ അല്ലെങ്കിൽ നൈബർഹുഡ് ഓഫ് ദ വെർട്ടെക്സ് A എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ നൈബേഴ്സിൻ്റെയും കൂടി കളക്ഷനാണ്. സെറ്റ് ഓഫ് ഓൾ നൈബേഴ്സ് ഓഫ് എ. എക്ക് ഏതൊക്കെ നൈബേഴ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം കൂടി കളക്ഷനെയാണ്. അപ്പോൾ ഇവിടെ ഈ G സ്റ്റാർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ N ഓഫ് A എന്ന് പറയുന്നത്, എക്ക് ആകെ നൈബറായിട്ടുള്ളത് B മാത്രമാണ്. എയും E നൈബേഴ്സ് അല്ല, എയും Dയും നൈബേഴ്സ് അല്ല, എയും C നൈബേഴ്സ് അല്ല, എയും Fഉം നൈബേഴ്സ് അല്ല. ആകെ B മാത്രമാണ് എയുടെ നൈബറായിട്ട് വരുന്നത്. സോ നൈബർഹുഡ് ഓഫ് A ഈസ് എ സെറ്റ് കണ്ടെയ്നിങ് ഓൺലി B. അതുപോലെ N ഓഫ് B നമുക്ക് നോക്കാം. B എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ നൈബർഹുഡ് ആരൊക്കെയാണെന്ന്, ബിയുടെ നൈബേഴ്സ് ആരൊക്കെയാണോ അവരെല്ലാവരും കൂടെ ചേർത്തിട്ടുള്ള സെറ്റാണ്. സോ A ഈസ് എ നൈബർ ഓഫ് B, E ഈസ് എ നൈബർ ഓഫ് B, C ഈസ് എ നൈബർ ഓഫ് B, D ഈസ് എ നൈബർ ഓഫ് B. സോ നൈബർഹുഡ് ഓഫ് B ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് A, C, D, E. സോ ദിസ് ഈസ് ദ നൈബർഹുഡ്, സെറ്റ് ഓഫ് ഓൾ നൈബേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ, ഒരു ഫിക്സഡ് വെർട്ടെക്സിൻ്റെ നൈബേഴ്സിനെ എല്ലാവരെയും കൂടെ ചേർത്ത് എഴുതുന്ന സെറ്റ് ഓഫ് നൈബേഴ്സാണ് നൈബർഹുഡ് എന്ന് പറയുന്നത്. സോ അതാണ് നൈബർഹുഡ് എന്ന് പറയുന്നത്. G സ്റ്റാർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ എക്സാമ്പിളും പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സിമ്പിൾ ഗ്രാഫ്. So simple graph is a graph having no loops. അതായത് നമ്മുടെ സെൽഫ് ലൂപ്പ് എന്ന് പറയും. നമ്മൾ ഒരു വെർട്ടെക്സിൽ നിന്ന് ആ വെർട്ടെക്സിലേക്ക് തന്നെയുള്ള എഡ്ജിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് വിളിച്ചത്. അതുപോലെ കോമൺ എൻഡ് വെർട്ടിസസ് ഉള്ള ആൾക്കാരെ നമ്മൾ പാരലൽ എന്ന് വിളിച്ചു. ദിസ് ഇസ് ലൂപ്പ്, ദിസ് ഇസ് പാരലൽ. സോ നോ ലൂപ്സ് ആൻഡ് നോ പാരലൽ എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയാം. സോ ലൂപ്പ് ഒന്നും ആ ഗ്രാഫിനകത്ത് ലൂപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, പാരലൽ എഡ്ജസും ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ഗ്രാഫിൻ്റെ എക്സാമ്പിൾ ഇതൊരു സിമ്പിൾ ഗ്രാഫാണ്. സോ ഇതൊരു സിമ്പിൾ ഗ്രാഫാണ്. ഇതൊരു സിമ്പിൾ ഗ്രാഫാണ്. സോ വാട്ട് എവർ, എന്ത് വരാൻ പാടില്ല, സെൽഫ് ലൂപ്സ് വരാൻ പാടില്ല, ഓൾസോ പാരലൽ എഡ്ജസ് വരാൻ പാടില്ല. അങ്ങനെയുള്ള ഏതൊരു ഗ്രാഫിനെയും നമുക്ക് സിമ്പിൾ ഗ്രാഫ് എന്ന് വിളിക്കാം. വെറുതെ ഒരു മാത്രം വരച്ചു കഴിഞ്ഞാലും അതും ഒരു സിമ്പിൾ ഗ്രാഫാണ്. സോ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാഫ് ഹാവിങ് നോ ലൂപ്സ് ആൻഡ് നോ പാരലൽ എഡ്ജസ്, സെൽഫ് ലൂപ്പുകളോ പാരലൽ എഡ്ജസോ ഇല്ലാത്ത ഗ്രാഫുകളെയാണ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ
ഐഡിയ ഓഫ് സം ഐസോമോർഫിസം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പലയിടത്തുള്ള ഐസോമോർഫിസം പഠിച്ചിട്ടുണ്ടാവും. ഐസോമോർഫിസം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് സ്ട്രക്ചറലി സെയിം എന്നുള്ളൊരു വാക്കായിരിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചറലി ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാരെയാണ് ഐസോമോർഫിക് എന്ന് വിളിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഗ്രാഫ് ഈസ് ആക്ച്വലി എ സ്ട്രക്ചർ. സോ പക്ഷേ നമ്മൾ മാത്തമാറ്റിക്കൽ ടേംസിൽ പറയും രണ്ട് ഗ്രാഫ്സ് ഐസോമോർഫിക് ആണ് എന്ന് പറയണമെങ്കിൽ ദേ ഹാവ് ടു ബി സ്ട്രക്ചറലി സെയിം. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് വി ഹാവ് എ ഗ്രാഫ് G1 എന്ന് പറയുന്നത് നമ്മൾ V1 E1 എന്നാണ് പറയുന്നത്, ബിക്കോസ് V1 ഈസ് ദ സെറ്റ് ഓഫ് ഓൾ വെർട്ടിസസ്, E1 ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എഡ്ജസ്. ആൻഡ് G2 എന്ന് പറയുന്ന വേറൊരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക, വിത്ത് V2 ആൻഡ് E2. V2 ഈസ് ദ സെറ്റ് ഓഫ് ഓൾ വെർട്ടിസസ് ഓഫ് G2, E2 ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് ഓഫ് G2. സോ ഇവർ രണ്ടുപേരും ഐസോമോർഫിക് ആണെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ G1 ആൻഡ് G2 G1 ഈസ് ഐസോമോർഫിക് ടു G2 അല്ലെങ്കിൽ G2 ഈസ് ഐസോമോർഫിക് ടു G1 എന്ന് പറയണമെങ്കിൽ ദർ ഈസ് 1-to-1 കറസ്പോണ്ടൻസ്. ഇവർ തമ്മിൽ എന്തുണ്ടാവണം? 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കണം. ഇവർ തമ്മിൽ എന്ന് വെച്ചാൽ വിത്ത് വെർട്ടെക്സുകൾ തമ്മിൽ 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കണം, എഡ്ജുകൾ തമ്മിലും 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടാവണം. So there should be 1-to-1 correspondence between vertex sets V1 and V2. Also 1-to-1 correspondence between edge set E1 and E2 in such a way that, അതിനൊരു ഇതും കൂടെ പറയാനുണ്ട്, ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലേ, അത് ഇൻസിഡൻ്റ് ആയിരിക്കുന്ന രീതി അതും പ്രിസർവ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതാണ്: ഒരു എഡ്ജ് എന്ന് പറയുക G1 നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു, അത് G1 ഒരു E1 ഉണ്ടെന്ന് വിചാരിക്കുക. ആ E1 എൻഡ് വെർട്ടിസസ് എന്ന് പറയുന്നത് U1 V1 ആണെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ ഒരു എഡ്ജ് E1 എൻഡ് വെർട്ടിസസ് ആയിട്ട് U1 V1 G1 ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ ദെയർ ഷുഡ് ബി എ സിമിലർ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സം E2 ഷുഡ് ബി ഇൻ G2. G2 വേറൊരു E2 ഉണ്ടായിരിക്കണം, E1 പകരമുള്ള ഒരു E2 ഉണ്ടായിരിക്കണം, സച്ച് ദാറ്റ് their end vertices should be some U2 and V2 which corresponds to this U1. ഈ U2 ആരെ കറസ്പോണ്ട് ചെയ്തിരിക്കണം? U1 കറസ്പോണ്ട് ചെയ്തിരിക്കണം. അതുപോലെ ഈ V2 ആരെ കറസ്പോണ്ട് ചെയ്തിരിക്കണം? ദാറ്റ് ഈസ് E1 പകരം E2 ആണെങ്കിൽ അതിൻ്റെ എൻഡ് വേർട്ടിസസ് ആയിട്ടുള്ള U1 പകരം U2 ആയിരിക്കണം, V1 പകരം V2 ആയിരിക്കണം. സോ ഇതിപ്പം ഒരെണ്ണത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര കണ്ട് അങ്ങനെ മനസ്സിലാവത്തില്ല. അല്ലാതെ നമ്മൾ ഒരു വലിയ ഗ്രാഫൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു വെർട്ടെക്സിൽ നിന്ന് എത്ര എഡ്ജുകൾ പോയിട്ടുണ്ടോ അത്രയും തന്നെ എഡ്ജുകൾ രണ്ടാമത്തെ ഗ്രാഫിൽ നിന്നും പോയിരിക്കണം. അതുപോലെ അവർ ചെന്ന് എവിടെയാണോ ജോയിൻ ചെയ്യുന്ന ആ സ്ഥലവും അതുപോലെ തന്നെ ആയിരിക്കണം. So exactly they should be in structurally same. Then only we can say that these two graphs are isomorphic. So there should be an 1-to-1 correspondence between the vertices and also 1-to-1 correspondence between the edges, and in such a way that is the incidence relation should be preserved. ഒരു ഏതെങ്കിലും ഒരു എഡ്ജിൻ്റെ എൻഡ് പോയിൻറ്റ്സ് രണ്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഇവിടെ ഉണ്ടായിരിക്കണം. ആ എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഈ പറഞ്ഞ വെർട്ടെക്സുകളെ കറസ്പോണ്ട് ചെയ്തിരിക്കണം. സോ ഇഫ് E1 ഈസ് എ വെർട്ടെക്സ് ഇൻ G1, E1 ഈസ് എൻ എഡ്ജ് ഇൻ G1 having end vertices U1 and V1, then there should be an edge E2 corresponds to this E1 in G2, and there should be end vertices of E2 U2 which corresponds to U1 and V2 which corresponds to V1. സോ എല്ലാത്തിൻ്റെയും ഓരോ എഡ്ജുകളുടെയും ഓരോ വെർട്ടെക്സുകളുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജുകളും വെർട്ടെക്സുകളും രണ്ടാമത്തെ ഗ്രാഫിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ദ ടു ഗ്രാഫ്സ് ആർ ഐസോമോർഫിക്. ആൻഡ് ഈ 1-to-1 കറസ്പോണ്ടൻസ് എന്താണ് ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ടുള്ള പ്രോസസ്സിന് പറയുന്നത്, ഫിനോമിനെ പറയുന്ന പേരാണ് ഐസോമോർഫിസം എന്ന് പറയുന്നത്. സോ ഈ G1 and G2 ആർ ഐസോമോർഫിക് എന്ന് പറയും ഈ 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിൽ. സോ ഈ കറസ്പോണ്ടൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോമോർഫിസം എന്ന് പറയുന്നത്. സോ ഹിയർ ആർ ദ സം എക്സാമ്പിൾസ് ഓഫ് ഐസോമോർഫിക് ഗ്രാഫ്സ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് രണ്ടും ഐസോമോർഫിക് ഗ്രാഫ്സ് ആണ്. സോ കറസ്പോണ്ടിങ് ടു V1 നിന്ന് സം E1 ആൻഡ് E3 ഉണ്ട്. അതുപോലെ W1 ആണ്. V1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ വെർട്ടെക്സ് W1 ആണ്. സോ E1 E3 കറസ്പോണ്ടിങ് ആയിട്ട് F1 F3 അങ്ങനെയാണ് പോകുന്നത്. സോ V2 കറസ്പോണ്ടിങ് ആയിട്ട് W2 ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ
W2യിൽ നിന്ന് പോയിട്ടുള്ളത് ഒരു F5 ഉണ്ട്, F1 ഉണ്ട്, ഒരു F2 ഉണ്ട്. ഇവിടെ അതുപോലെ E1, E5 ആൻഡ് E2. സോ ഇയും എഫും എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ വെർട്ടെക്സുകളും ഓരോ എഡ്ജുകളും നോക്കിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, സോ ദേ ആർ സ്ട്രക്ചറലി സെയിം. സോ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഐസോമോർഫിക് ആണ്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ്, ഇത് ഞാൻ ലേബൽ ചെയ്തിട്ടില്ല. ലേബൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലേബൽ ചെയ്തെടുക്കാവുന്നതാണ്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഈ എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്. സോ എല്ലാം തന്നെ അതുപോലെ ഉണ്ട്. ദിസ് ഈസ് ഓൾസോ ഐസോമോർഫിക്. ഇത് ഈ പറഞ്ഞ പോലെ ചെറിയ സ്ക്വയറിനെ അകത്തേക്ക് തള്ളി വെച്ചിട്ടുള്ളത് പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഇതും അതുപോലെ തന്നെയാണ്. ഓരോന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ദേ ആർ ഓൾ സ്ട്രക്ചറലി സെയിം ബട്ട് ഹാവിങ് ഡിഫറെൻറ്റ് എന്താണ് അപ്പിയറൻസ് എന്ന് മാത്രമേ ഉള്ളൂ. കാണുന്നത് വേറെ പോലെ ഇരിക്കുന്നു, പക്ഷേ ദേ ആർ ഓൾ സ്ട്രക്ചറലി സെയിം. ദേ ഹാവ് one-to-one correspondence between the vertices as well as edges, and also the incidence relationship is preserved. ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു എഡ്ജിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻഡ് വേർട്ടിസസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജും അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻഡ് വേർട്ടിസസും ഉണ്ടായിരിക്കും. സോ താങ്ക് യു ഫോർ ടുഡേ. നോട്ട്സ് ഞാൻ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഇന്ന് തന്നെ നോട്ട് എഴുതിയെടുക്കാം. Thank you.